മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ഡിസംബർ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായി ഞാൻ നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങൾ എഴുതിയ കണ്ണീരിൽ ചാലിച്ച ചില നിയോഗങ്ങൾ, ചില പ്രാർത്ഥനകളൊക്കെ ഞാൻ കണ്ട് എന്റെ ഹൃദയം വിതുമ്പിയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ട് കേട്ടോ. ദാരിദ്ര്യത്തിന്റെയും പരാജയത്തിന്റെയും കയ്പുനീര് കുടിക്കുമ്പോഴും ദൈവം നമ്മെ കൈവിടുകയില്ല. നിന്നെ ഒരു പക്ഷം മണ്ടനെന്നും കഴുത എന്നും ഒരു കഴിവില്ല എന്ന് വിളിച്ചാലും നമ്മുടെ ദൈവം നമ്മെ തള്ളിക്കളയില്ല കേട്ടോ. ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ പരാജയത്തിന്റെ മധുരം പകർന്നിട്ടുള്ളവരാണ്. മറക്കരുത്. ഇതാ കർത്താവിന്റെ വചനം നമ്മളിലേക്ക് കടന്നു വരുന്നു. സെഫാനിയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. മകളെ, ഉള്ളിൽ കഴിവുണ്ടായിട്ടും തലയിൽ അറിവുകൾ ഉണ്ടായിട്ടും പരാജയം നമ്മുടെ മുമ്പിൽ വരുന്നത് എന്താണ്? വിജയം നൽകുന്ന യോദ്ധാവിനെ നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ല. പക്വതയാർന്ന നല്ല നല്ല ചിന്തകൾ നൽകിയത് ആരാണ്? നമ്മുടെ ദൈവമല്ലേ. തളർന്നു പോകാത്ത മനക്കരുത്ത് ആരാണ് നമുക്ക് നൽകിയത്? നമ്മുടെ ദൈവമല്ലേ. പ്രലോഭനങ്ങളിൽ ഉടഞ്ഞു പോകാതെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശക്തി തന്നത് ആരാണ്? വിജയം നൽകുന്ന യോദ്ധാവല്ലേ. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ശുഭാപ്തി വിശ്വാസം തരുന്നത് നമ്മുടെ ദൈവമാണെന്ന് ഓർക്കാറുണ്ടോ? നമ്മുടെ തകർച്ചയുടെ മധ്യേ, നമ്മുടെ കണ്ണുനീരിന്റെ പിറകിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല, വിജയം നൽകുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ പല കാര്യങ്ങളും കൈവിട്ടു പോകുമ്പോൾ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാൻ ശക്തി തരുന്നത് ആരാണ്? നമ്മുടെ വിജയം നൽകുന്ന യോദ്ധാവാണ്. നമ്മുടെ സമ്മർദ്ദങ്ങളിലും സമചിത്തതയിലും ദൈവത്തെ കണ്ടുമുട്ടുവാൻ കൃപ നൽകുന്നത് ആരാണ്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ വിജയത്തിലും ഉന്നതമായ എളിമയുണ്ടാകാനും ശക്തി തരുന്നത് നമ്മുടെ ദൈവം തന്നെയാണ്. മകളെ, മറന്നു പോകരുത്. ജീവിതം കൈവിട്ടു പോകുമ്പോൾ നമ്മിലെ മാനുഷിക പ്രവണതകൾ, ബലഹീനതകൾ, വികാര നിയന്ത്രണമില്ലാതെ കടന്നു പോകുമ്പോൾ നമ്മെ പിടിച്ചു നിർത്തുന്നതിന്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. ആ ദൈവം നമ്മുടെ സർവാധിപനാണ്. ആ ദൈവം നമ്മുടെ സർവശക്തനാണ്. ആ ദൈവം നമ്മുടെ അത്യുന്നതനാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന നിങ്ങൾക്കും ദൈവാനുഗ്രഹം ധാരാളമായി വന്നു നിറയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.